ഹലോ ഗൈസ്, ഇന്ന് ഈസ്റ്റർ വെക്കേഷൻ സ്റ്റാർട്ട് ആവും കേട്ടോ. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. അപ്പൊ നമ്മള് സിഡ്നിന്ന് കാൻബറ പോവാ. അത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ കാൻബറയിലോട്ട് പോവാ. സോ നമ്മൾ ആ റൂട്ടിൽ കിട്ടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് അങ്ങ് കയറി മെല്ലെ അങ്ങ് പോവാ. സിഡ്നിന്ന് ഒരു 3 hours ഡ്രൈവ് ആണുള്ളത്. ഇപ്പോ ബോറൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താ പോകുന്നില്ല. ഇവിടെ എന്തോ ഒരു ലുക്ക് ഔട്ട് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നമുക്ക് ഓട്ടം കളേഴ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. റോഡിലൊക്കെ കുറച്ച് എന്താ പറയാ, കുറച്ചല്ല കുറെ മരങ്ങളും അതുപോലെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മളിപ്പോ ബോറൽ ലുക്ക് ഔട്ടിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ബോറൽ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി നമ്മുടെ സിഡ്നിന്ന് 1.5 മണിക്കൂർ എന്താണ് ആദ്യം കാണിച്ചത്. പക്ഷേ ട്രാഫിക് കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 2.5 മണിക്കൂറായി. നമ്മൾ 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്തിയത്. ഇനി ഇവിടുന്ന് വീണ്ടും എത്രയാണ് കാൻബറയ്ക്ക് ഇനിയും 2 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. സോ ആക്ച്വലി നമ്മൾ സിഡ്നിന്ന് കാൻബറയ്ക്ക് 3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിർത്തി വേഗം ബോറൽ പോയിന്റ് കണ്ട് ബോറൽ ലുക്കൗട്ട് പോയിന്റ് കണ്ട് നമുക്ക് വേഗം കാൻബറയിലോട്ട് പോകാം. ബോറൽ പോയിന്റിലോട്ട് നമ്മൾ നടക്കാൻ പോകാം. എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു പാത്ത് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ നടന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ഇതിലെയാണോ. കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു 2 മിനിറ്റ് പോക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി ഇന്നലെ തൊട്ട് എനിക്ക് ചെറിയ കാലുവേദനയാണ്. അതുകൊണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് 2 മിനിറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതലായിരുന്നെങ്കിൽ പണി കിട്ടുകയാണ്. ഓക്കെ, നമ്മൾ പോയിന്റിലെത്തി. ഇവിടുത്തെ ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഇവിടെ ചെയർ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കാനല്ലേ, നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ലുക്ക് ഔട്ട്. അതെ, ഈ ബോറൽ പറയുന്ന സ്ഥലത്തിലെ എല്ലാ വീടുകളും എല്ലാ ഷോപ്പുകളും കാണാം. ഒരു S24 അൾട്ര അല്ലെങ്കിൽ S25 അൾട്ര ഉണ്ടെങ്കിൽ എല്ലാം കാണാം. ഇപ്പൊ കാണിച്ചു തരാം. അച്ചു S25 അൾട്ര എടുത്ത് പണി തുടങ്ങി, സൂം ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്ത് കാണുന്നുണ്ട് ഈ വീട്ടിലെ ആളുകൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലുക്കൗട്ട് കണ്ട് തിരിച്ചു പോവാണ്. ഇവിടുത്തെ ഒരു നല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലേക്കും നടക്കാൻ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള പാത്തൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ സേഫാണ്. ഓക്കെ, നമ്മളപ്പോൾ വ്യൂ കണ്ടു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു സ്പോട്ട് നോക്കി ഇറങ്ങിയിരിക്കുകയാണ്. രാത്രി നമുക്ക് മിക്കവാറും കാൻബറയിൽ എന്തെങ്കിലും സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പോയി ഫുഡ് അടിക്കാം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഹോപ്പ് ഷോപ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടെ അതൊരു ശോകാവസ്ഥയാണ്. ക്രിസ്മസ് ഈസ്റ്റർ സമയങ്ങളിലൊന്നും ഇവിടെ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്ത്. നമ്മളിവിടെ പാർക്ക് ചെയ്ത് കഴിക്കേണ്ട ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. കുടിക്കാനൊന്നും വേണ്ട, വെള്ളമുണ്ട്, എടുത്തോ. എന്താ ആ പാത്ത് നോക്ക്. അവിടെ ഒരു ഫാം പോലെ എന്തോ ഒരു സംഭവം, കുറേ ആടുകളും. നമുക്ക് എടുത്താലോ ഒന്നിനെ? അതെ, രാത്രി നമുക്ക് മട്ടൻ ചോപ്സ്. പാവാണ്. ഇവിടെ ഒരു റിവർ വാക്കിംഗ് ട്രാക്ക് ഉണ്ട്. ഒരു റിവറിന്റെ പേരെന്താന്ന് വെച്ചാൽ വിങ് കാരിബി എന്ന് പറയുന്ന റിവർ. എന്നാണ് സ്ലിപ്പറി റോക്സ് ഒക്കെ ഉണ്ട്. നല്ലപോലെ മെയിൻറ്റെയിൻ ആണെന്ന് വെച്ചാൽ അറിയില്ല. ഗ്രാസ് ഒക്കെ ട്രിം ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം പീസ്ഫുൾ ആ. റിവർ സൈഡ് കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷിയുടെ അപ്പികൾ. ഗൈസ്, ഇവൾ ചപ്പാത്തി എടുക്കാണ്ട് ഇഡ്ഡലി മാത്രം എടുത്തോണ്ട് വന്നിട്ട്, അത് 4 ഇഡ്ഡലി 2 പേര് അത്ര മതിയാവും. തിരിച്ചയച്ചിട്ടുണ്ട്. കൊണ്ടുവരാൻ 5 minutes later. വരുന്നുണ്ട്. സാനിറ്റൈസർ എടുത്തോ? ചപ്പാത്തി എടുത്തോ? ഓക്കെ, കാറിന്റെ ചാവി എടുത്തോ? നമ്മുടെ ഫുഡ് എന്തൊക്കെയാ കൂട്ടുകാരെ? ഇഡ്ഡലി, ചിക്കൻ, മെയിൻ ചപ്പാത്തി. പിന്നെന്തുണ്ട്? വേറെന്ത് പാണം? എനിക്ക് ഇഡ്ഡലി ഗർഭ. എനിക്ക് ചപ്പാത്തി ഗർഭ. റിവറുണ്ട്, കൈ കഴുകുക. എന്തിനാ സ്പൂണ്? അല്ല, പരിഷ്കാരി.
എനിക്ക് ഫോർക്കും സ്പൂണും ഇല്ലാതെ കഴിക്കാൻ അറിയില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിനി ഡയറക്റ്റ് കാൻബറ തന്നെ പോകാൻ പോവാണ്. കാരണം ഓൾറെഡി കുറേ ലേറ്റ്. ഇപ്പോഴേ 1 മണിയായി. ഇനി ഇവിടെ നിന്നൊരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ 3 മണിയാവും. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം. അവിടെ പാർലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു. ഇതിലെ ഒരു പാത്തുണ്ട്, ഒരു ചെറിയ പാത്ത. ഞാൻ നേരത്തെ പോയ അപ്പൂപ്പനും അമ്മമ്മയും അവിടെ ഇരിക്കുന്നുണ്ടോ? അവർ ബുക്കൊക്കെ വായിച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുക. പീസ്ഫുൾ ലൈഫ്. ഞാൻ അവരുടെ അടുത്ത് പോട്ടെ. പൊക്കോ. അപ്പോൾ ബായ്. ഞാൻ കാൻബറ പോയിട്ട് കറങ്ങിയിട്ട് വരാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. നമ്മളങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പിലെത്തി. എന്താ പേര്? ലേക്ക് ജോർജ്. ലേക്ക് ജോർജ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക്. അത് നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലേക്ക് ജോർജ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കുറേ വിൻഡ് മില്ലുണ്ട് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. കുറച്ചും കൂടി സൂം ചെയ്യാം. യെസ്, ആ വിൻമില്ലും ഈ ലേക്കൊക്കെ ആയിട്ട് കാണാൻ കിട്ടുവാണ് അല്ലേ? അതെ, എന്തോ ഒരു ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ ഉള്ളത് ഹൈവേയുടെ സൈഡിൽ റെസ്റ്റ് ഏരിയ എന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ ഉള്ളൊരു സ്ഥലമാണ് ഈ റെസ്റ്റ് ഏരിയ. നമ്മൾ എങ്ങോട്ടാ പോകുന്നില്ലേ? കാൻബറ. അപ്പോൾ ഓസ്ട്രേലിയന്റെ ക്യാപിറ്റൽ എന്താ? കാൻബറ. പക്ഷെ നീ കുറെ ആളോട് ചോദിച്ചാൽ എല്ലാരും പറയും സിഡ്നി അല്ലെങ്കിൽ മെൽബൺ. ആ പറയുന്ന ആളെ വിളിച്ചോട്ടോ, ഞാൻ ചോദിക്കട്ടെ. കാര്യമായിട്ട് എല്ലാവരുടെ വിചാരം ഓസ്ട്രേലിയന്റെ ക്യാപിറ്റൽ സിഡ്നി അല്ലെങ്കിൽ മെൽബൺ. കാൻബറ ആർക്കും അറിയില്ല. ഇൻഫേമസ് ആയ ഒരു ക്യാപിറ്റലാണ് കാൻബറ. കാൻബറ സത്യം പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു സിറ്റിയോ കാര്യമോ അങ്ങനെയൊന്നും അല്ല. അവിടെ എന്താ പറയാ, ബിസിനസ് ആയിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ സിഡ്നി മെൽബൺ പോലെ അതുപോലെ ഫേമസ് അല്ല. കമ്പനീസും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഒരു എന്താ പറയാ, ഒരു ഗവൺമെന്റ് ക്യാപിറ്റൽ എന്ന് പറയാം. ഈ കാങ്കറൂസ് ഇപ്പോ വണ്ടി ഓടിക്കുമ്പോ ഫ്രണ്ടിലേക്ക് തുള്ളി വന്നാല് കാർ ഡാമേജ് ആവില്ലേ? നല്ല രീതിയിൽ ഡാമേജ് ആവും. കാങ്കർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മൃഗാണല്ലോ. വലിയൊരു മൃഗമൊന്നുമല്ല, ആനന്റെ അത്ര വലുത്. ആനന്റെ അത്ര ഒന്നുമില്ല, നല്ലൊരു മനുഷ്യന്റെ ഹൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ആദ്യം ചാടുന്ന ആ സ്പീഡും പിന്നെ നമ്മൾ ഇടിക്കുന്ന സ്പീഡും രണ്ടും കൂടി വരുമ്പോ നല്ല ഡാമേജ് ഉണ്ടാവും വണ്ടിക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇടിച്ച് മരിച്ച ചത്ത കാങ്കറും ഒക്കെ നല്ലപോലെ വണ്ടികളെ ഡാമേജ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കാങ്കറു മീറ്റ് തിന്നില്ലേ? തിന്നു. അപ്പൊ ഈ വണ്ടി ഇടിച്ച് ചത്ത കാങ്കറൂസിന് എന്താ ആൾക്കാർ കൊണ്ടുപോയി തിന്നാത്ത? എല്ലാ റോട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതെനിക്കറിയില്ല. എന്ത് ക്വസ്റ്റ്യൻ ആണോ? കാട്ട് കാങ്കറു ആയതുകൊണ്ടായിരിക്കും അല്ലേ? കാട്ട് കാങ്കറും നാട്ടിലെ കാങ്കറും ഒന്നുമില്ല. കാങ്കറു ഒന്നേ. ചിലപ്പോ മറ്റേ കാട്ടുകോഴി വളർത്തുന്ന കോഴി എന്നെല്ലാം പറയുന്ന പോലെ വളർത്തുന്ന കാങ്കറൂസിനായിരിക്കും തിന്നുക. നീ ഇപ്പൊ ആക്സിഡന്റ് ആയ കോഴീനെ കൊണ്ടുപോയിട്ട് കറി വെക്കോ? ഇല്ലല്ലോ. നീ കണ്ടിട്ടില്ല അന്ന് കേരളത്തില് ഒരു മറ്റേ ട്രക്ക് കോഴി വീണിട്ട് എല്ലാരും വന്ന് അതിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന്? അത് ആക്സിഡന്റ് ആയ കോഴിയല്ലേ? ഓ മൈ ഗോഡ്, സത്യായിട്ട് ആ ട്രക്ക് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാരും എടുത്തു കൊണ്ടുപോയി. ഞാൻ പറയുന്ന കാർ അടിച്ച് ചത്ത കോഴീനെ ആരും കറി വെക്കും? കാർ അടിച്ച് ചത്ത കോഴി പാവല്ലേ? കാർ അടിച്ച് ചത്ത കാങ്കർ പാവല്ലേ? അതും പാവം തന്നെയല്ല ഞാൻ ചോദിച്ച. കോഴി പറയുമ്പോ ഇത്രല്ലേ ഉള്ളൂ. കോഴീന്റെ മേലെ കാറ് പോയാൽ കോഴി അങ്ങ് പിച്ചിക്കി. കാങ്കർ വലിയ സൈസ് അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ചോദിച്ച. എന്തുകൊണ്ടാ എടുക്കാത്ത കണ്ടുപിടിക്കേണ്ടതായിരിക്കും. അങ്ങനെ നമ്മൾ കാൻബറ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് ഇപ്പോൾ 8 മിനിറ്റും കൂടി പോയാൽ നമ്മളെ റൂം എത്തും. നമ്മളെ റൂമിൽ ചെക്കിനൊക്കെ ചെയ്ത് സാധനമൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് കാൻബറ കറങ്ങാൻ ഇറങ്ങാം. അതാണ് ഇന്നത്തെ നമ്മളെ പ്ലാൻ. ഇത് കാൻബറ തന്നെയാണോ? അറിയില്ല, ഇതുവരെ ഇതൊരു കുഗ്രാമം പോലെയാണുള്ളത്. സിറ്റിയിൽ ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ ഇല്ലേ? അതെ,
സ്റ്റോറേജും. മേ ബി നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇത് എന്തായാലും സിഡ്നിയിലേക്കാൾ ഒരു 10 ഇരട്ടി ചെറിയൊരു സിറ്റിയാണ് ഫോർ ഷുവർ. 10 ഇരട്ടി ചെറിയതോ? ആ അതെ. ഓക്കെ, 10 ടൈംസ് ചെറുത്. പെട്രോൾ സ്റ്റേഷൻ. In 300 meters, ഗൈസ്, ഇവിടുത്തെ use the പെട്രോൾ right സ്റ്റേഷന്റെ two പേര് lanes, കണ്ടോ? turn right. റെഡ്ഡി കണ്ടോ? നമ്മളുടെ സ്റ്റേ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ, ഈ കാണുന്ന പോലത്തെ. ആയിരിക്കും, യെസ്. Please obey all traffic regulations. ഭംഗിയൊക്കെ ഉണ്ട്. ഇതെല്ലാം മഞ്ഞാവേണ്ട പരല്ലേ. ഇവിടെ ഓട്ടം ലേറ്റ് ആണെന്ന് തോന്നുന്നു. ചില സ്ഥലത്ത് ഓട്ടം നേരത്തെയാ. മരമൊക്കെ ഫുള്ള് മഞ്ഞ ഇലയൊക്കെ വീണ് ഇങ്ങനെ ശോഷിച്ചു പോയി. എന്താ Turn ഇതുപോലെ. right on Air Street. ഓക്കെ, നമ്മളുടെ അപ്പാർട്ട്മെന്റ് ഇവിടെ എവിടെയോ ആണ്. You've arrived at your destination. Yeah, we know that. പക്ഷേ ഏതാ നൈറ്റ്സ് ബ്രിഡ്ജ്? There's no name. I think this is the one. നമ്മളുടെ സ്റ്റേ. ഈ പുല്ല് കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ പോലെ ഇല്ലേ? കാണാൻ ആർട്ടിഫിഷ്യൽ പോലെ ഉണ്ടെങ്കിലും ആക്ച്വലി നാച്ചുറൽ ആയിരിക്കും. ഓഹോ, അങ്ങനെയാണോ? അല്ലേ? അറിയില്ല. അതെ, അത് ജീവനില്ല പുല്ല. ട്രിമൊക്കെ ചെയ്തിട്ടുണ്ട്. റിസപ്ഷൻ തേടി സച്ചിൻ പോവുകയാണ് കൂട്ടുകാരെ. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്ട്രോങ് ഹസ്ബൻഡാണ്. നശിപ്പിച്ച് അടക്ക് മോനെ, നേരെ അമർത്തി അടക്ക്. ഏത് ഫ്ലോറാ? 302 എന്ന് പറഞ്ഞാൽ 3rd ഫ്ലോർ ആയിരിക്കൂലേ? യെസ്, 3rd ഫ്ലോർ. 3rd ഫ്ലോർ, ടോപ്പ് ഫ്ലോറില. ഓ നൈസ്. 302. ഓക്കെ, ഇതാണ് റൂം. റൂം ഇവിടെ തുടങ്ങി, റൂം ഇവിടെ അവസാനിച്ചു. അതെ, ചെറിയ ഭയങ്കര ചെറിയ എന്താ പറയാ, ബഡ്ജറ്റ് സ്റ്റേ ഒക്കെ എന്ന് പറയും ഇവിടെ. പക്ഷെ ബഡ്ജറ്റ് സ്റ്റേ അല്ലല്ലോ, ഏയ് കുറെ ചെറുതാ. Let's look at the balcony. ഓക്കെ, വ്യൂ എന്ന് പറയാൻ ഒരു കുന്നും മലയൊക്കെ കാണുന്നുണ്ട്. ബാൽക്കണി എന്താ ഒരു കാല് വെച്ചാൽ പുറത്തുമല്ലോ. അയ്യോ, കിഴങ്ങി കാണിച്ചു തരാം. ബാൽക്കണിയുടെ തുടങ്ങുന്നു. ഓക്കെ, ഞാനിപ്പോൾ ബാൽക്കണിയിൽ കാല് വെക്കുന്നു, ബാൽക്കണി തീരുന്നു. ഇതാണ് അവസ്ഥ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ഓ, there is a pool. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതെന്ത് ബിൽഡിംഗ് ആണ്, കൺഫ്യൂസ് ആവല്ലോ. ഭയങ്കരമായ ടീഷർട്ടാണല്ലോ. മറ്റേ പുലിവാൽ കല്യാണത്തില് ലാലു അലക്സ് ഇടുന്ന ടീഷർട്ട് അടിക്കുക, അതുപോലത്തെ സംഭവം. നമുക്കൊരു സൺസെറ്റ് പോയിന്റ് കാണും. സൺസെറ്റ് പോയിന്റ് ഇപ്പോൾ ടയേർഡാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ സൺസെറ്റ് പോയിന്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം, ഫുഡ് കഴിച്ച് തിരിച്ചു വരാം. ഡയറി ലുക്കൗട്ടിൽ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. സൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സൺ ഇപ്പം താഴെ പോവല്ലോ, അപ്പോൾ ആണല്ലോ സൺസെറ്റ് ആവുക. യെസ്, ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ചർച്ചാണോ? ചേർച്ചാണോ എന്ന് ചോദിച്ചാൽ ചേർച്ച് പോലെയൊക്കെ ഉണ്ട്. എന്താ അവിടെ? അതാന്ന് തോന്നുന്നു, മറ്റേ മാപ്പിൽ കാണുന്ന സർക്കുലർ ഏരിയ ഇല്ലേ, ക്യാപിറ്റൽ സിറ്റി. യെസ്, അത് ക്യാപിറ്റൽ സർക്കിൾ എന്നാ പറയാ. ഓക്കെ. ഈ ക്യാപിറ്റൽ സർക്കിളിൽ ആക്ച്വലി 3 റൗണ്ട് എന്തോ ഉണ്ട് കേട്ടോ, ഓരോരോ ലെയർ പോലെ. അതെന്താ ബിൽഡിംഗ്? ഒരു ഏഷ്യൻ ബിൽഡിങ്ങിന്റെ ഒരു ലുക്ക് ഇല്ലേ?
അറിയില്ല, വല്ല അമ്പലമോ അങ്ങനെ എന്തെങ്കിലും ആണോ റിലീജിയസ്? Turn left on Tuggeranong Parkway to Belconnen മറ്റേ നമ്മളുടെ Lotus സിഡ്നി National ആയൊക്കെ പോലത്തെ എന്തോ Arboretum. സാധനം. Wow, so nice. ഇവിടെ എന്ത് തിരക്കല്ലേ. ഡയറി ഫാമേഴ്സ് ഹിൽ നമ്മുടെ ലുക്കൗട്ട് പോയിന്റ്. നല്ല രസമില്ലേ കളേഴ്സ് ഒക്കെ ആയിട്ട്. ഇതാണ് ഡയറി ഫാമേഴ്സ് ഹിൽ. ഇതാണ് നമ്മുടെ സൺസെറ്റ് കാണാൻ വന്ന ലുക്കൗട്ട് പോയിന്റ്. കണ്ടോ സൺസെറ്റ്? സൺ ഇവിടെ സെറ്റാവാൻ വേണ്ടി നിൽക്കുകയാണ്, സെറ്റാവാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. കിടു സ്ഥലമാണ്. പക്ഷെ ഇവിടെ വെള്ളമൊന്നുമില്ല. ഞാൻ ഇവിടെ വെള്ളത്തിലെ റിഫ്ലക്ഷനൊക്കെ കാണാൻ പറ്റും, പക്ഷെ വെള്ളമൊന്നുമില്ല. എന്നാലും ഒരു ഹില്ലിൻ്റെ സൈഡിലൊരു സൺസെറ്റ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവൻ ഇനിയും കുറച്ച് സമയമുണ്ട്. നമുക്കപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. നമ്മൾ കാൻബറയിൽ നേരത്തെ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ. എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഒറ്റെണ്ണത്തിന് സിറ്റിയിൽ കാണാത്ത. അവിടെ ബ്യൂട്ടിഫുൾ സ്ഥലം. ഇവിടുത്തെ എല്ലാ പോയിൻറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും കുറേ ഹിൽസും അതിൻ്റെ ഹൈറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും വലുതുള്ളത് ബിംബരി പീക്കാന്ന് തോന്നുന്നു, 1912 മീറ്റേഴ്സ്. ഇറ്റ്സ് നോട്ട് വിസിബിൾ. അത് ആക്ച്വലി തീ പിടിച്ചതാണ് കേട്ടോ ആ കുന്നില്. ആണോ? അതെ, നോക്ക്. തീ പിടിച്ച എന്ത് ഭംഗിയാ അല്ലേ ഇവിടെ. അതെ, ഇത് ആക്ച്വലി ഒരു നല്ലൊരു സൺറൈസ് പോയിന്റ് കേട്ടോ. റൈസിന് വരണം. നമ്മളിപ്പോൾ സൺസെറ്റിനാണ് വന്നത്. റൈസ് നോക്കി ഈ ഫുള്ള് വെള്ളത്തിലല്ല ആക്ച്വലി ആ ഹില്ലിലായിരിക്കും സൺറൈസ് ആവുക. പക്ഷെ ആ റിഫ്ലക്ഷൻസ് ഒക്കെ ഈ വെള്ളത്തിൽ കാണാൻ നല്ല രസമായിരിക്കും. പറ്റുവാണെങ്കിൽ നാളെ രാവിലെ സൺറൈസ് കാണാൻ വരാം. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ രാവിലെ വരാൻ പറ്റുമോ സൺറൈസ് കാണാൻ? നോക്കാം. എനിക്ക് ആ ബിൽഡിംഗ് എന്താണെന്ന് അറിയണം. ആൻഡ് ആ പട്ടം പറത്തുന്ന സ്ഥലം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നീ കണ്ടായിരുന്നോ? ഒരു വെജിറ്റേഷൻ ഏരിയ പോലെ ഇങ്ങനെ സ്റ്റെപ്സ് ആയി അവർ ചെയ്ത്. എന്താണോ നീ ഉദ്ദേശിച്ച പട്ടം? യെസ്. അപ്പോൾ സണ്ണ് സെറ്റാവാൻ പോയാലായി. നമ്മൾ മിക്കവാറും നാളെയും വരും ഇവിടെ. ആ സൺറൈസ് എന്തായാലും പൊളിയായിരിക്കും, നിങ്ങൾക്ക് ഉറപ്പാണ്. സോ സൺറൈസ് ആകുമ്പോൾ വെള്ളത്തിലും സൺസെറ്റ് മൗണ്ടെയ്ൻസിലും. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. എന്ന് വെച്ചാൽ ഒരു വലിയ ഹില്ലാണ്, ചുറ്റും നമുക്ക് വ്യൂ 360 ഡിഗ്രിയിൽ വ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം വന്നുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാം. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു കാൻബറ മൊത്തം ഇവിടെ ഉണ്ട്. സൺസെറ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പുക. നല്ല എന്തെങ്കിലും തായിയോ ഇന്ത്യനോ എന്തെങ്കിലും കിട്ടിയാൽ മതി. കിട്ടുമോയെന്ന് അറിയില്ല. ഇന്ന് ഈസ്റ്റർ ആയിരുന്നു, ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെ റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ പറ്റുവാണെങ്കിൽ സൺറൈസിന് വരും, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്പോട്ട്സൊക്കെ ഇവിടുത്തെ കറങ്ങാൻ പോവാം. നൈറ്റ് വൈബ്സ് ഒറ്റൊരു മനുഷ്യനില്ല. ദേശീയ പക്ഷിയുടെ ഒരു സ്ട്രക്ചർ. വലിയ തിരക്കൊന്നും ഇല്ലല്ലേ? ആരുമില്ല. നമുക്കിന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. പപ്പ റിച്ച് എന്നപ്പ വന്ന് റിച്ചിടാ എന്നുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. നമ്മൾ ഫ്രൈഡ് ചിക്കൻ വിത്ത് മസാലയും പിന്നൊരു ഫ്രൈഡ് റൈസാണ് എടുത്തത്. ഇതൊരു മലേഷ്യൻ കുസീൻ റെസ്റ്റോറൻറ്റ് ആട്ടോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ടേസ്റ്റുമായിട്ടൊരു സാമ്യമുണ്ട്. ഇത് കൂടാണ്ട് അച്ഛൻ ഒരു നൂഡിൽസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വന്നോട്ടോ, സ്പൈസി നൂഡിൽസ്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.